നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹ വന്ദനങ്ങൾ വീണ്ടും അറിയുകയാണ്. ഒരു കാര്യം കൂടെ, രക്ഷാനഷ്ടവാദ പ്രമേയങ്ങളിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിലേക്ക് എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വേദഭാഗം കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നാസിർ വ്രതസ്ഥനെ സംബന്ധിച്ചുള്ള നിയമമാണ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പഴയ നിയമപ്രകാരം നാസിർ വ്രതസ്ഥരായ പല ആളുകളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. നാസിർ വ്രതം വാസ്തവത്തിൽ ദൈവം നിർബന്ധിച്ച് ആരെയും ഏൽപ്പിച്ച ഒന്നല്ല, മറിച്ച് ചില വ്യക്തികൾ ദൈവത്തിന് നാസീറായി വാസ്തവത്തില് കാണുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മള് ദൈവത്തിന് നാസീറായി അല്ലെങ്കിൽ ദൈവത്തിന് വേർപെട്ട ശുശ്രൂഷയ്ക്കായി സ്വന്തം നിയോഗിച്ചുള്ള ചില ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത്. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ നാസീർ വ്രതം അനുഷ്ഠിക്കുന്ന ഇസ്രായേലിന് ഏതെങ്കിലും ഒരു അശുദ്ധി പറ്റിയാൽ അത് അവന്റെ വ്രതത്തിന്റെ മുമ്പിലത്തെ കാലം അത് തള്ളിപ്പോകണം എന്നൊരു നിയമം ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരുവൻ നാസിർ വ്രതസ്ഥനായി ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നു. അവന്റെ നാസിർ വ്രത കാലഘട്ടത്തിൽ ഏതെങ്കിലും നിലയിലുള്ള അശുദ്ധി, അത് സ്ത്രീ സംബന്ധമായിട്ടാകട്ടെ, മറ്റ് ഈ നാസിർ വ്രതസ്ഥനോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള നിയമത്തിന്റെ പരിധിക്കകത്തുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളാകട്ടെ, അത് സംഭവിച്ചാൽ വാസ്തവത്തിൽ എന്ത് ചെയ്യണം? അവന്റെ മുൻകാലങ്ങൾ തള്ളിക്കളയണം. അവന്റെ മുൻകാലങ്ങളിൽ അത് തള്ളപ്പെട്ട് കളയണം. അതുകൊണ്ട് ആ നിലയിൽ ഒരു നാസിർ വ്രതസ്ഥന്റെ ജീവിതത്തിലെ അശുദ്ധിയുള്ള ബന്ധത്തിൽ അവന് സംഭവിക്കുന്ന പരാജയത്തിൽ അല്ലെങ്കിൽ അപജയത്തിൽ അവന്റെ മുൻകാലങ്ങൾ തള്ളപ്പെടുന്ന പോലെ ഒരു വിശ്വാസി ദൈവസ്ഥനിൽ ഏതെങ്കിലും നിലയിലുള്ള അശുദ്ധിയിൽ അല്ലെങ്കിൽ പാപത്തിൽ അകപ്പെട്ടാൽ അവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നു. വാസ്തവത്തിൽ ഇതും ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ല. അതിന് ഉള്ള മറുപടി ഞാൻ തന്നെ ഇവിടെ പറയാം, ദൈവത്തിൽ പറയാം. നാസിർ വ്രതം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ന്യായപ്രമാണം ലഭിക്കുന്നത് BC 1000 1100 കാലഘട്ടത്തിൽ വെച്ചാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമി വഴിയായി യാത്ര ചെയ്ത് മൗണ്ട് സീനായിയുടെ അടിവാരത്തിൽ വന്ന് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയോട് സംസാരിച്ച് മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ, ആ 10 കൽപ്പനകളുടെ കീഴിലാണ് നാസിർ വ്രതസ്ഥനും അവന്റെ ജീവിതവും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാസിർ വ്രതസ്ഥന്റെ പ്രമാണം എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരുന്നതാണ്. ന്യായപ്രമാണത്തിന് മുമ്പ് 2000 വർഷക്കാലത്തെ ബൈബിൾ ചരിത്രം ഉണ്ട്. അപ്പൊ പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് 2000 അല്ല, ഒരു 3000 വർഷത്തെ ചരിത്രമുണ്ട്. ആദാം മുതൽ ഈ ഇസ്രായേലിന്റെ പുറപ്പാട് വരെ ഏതാണ്ട് 3800-ലധികം സംവത്സരങ്ങളാണ്. ഇപ്പൊ BC 1200 1200 അടുത്തുമാണല്ലോ ഇസ്രായേലിന്റെ പുറപ്പാട്. അങ്ങനെ വരുമ്പോൾ പഴയ നിയമകാലത്തിന്റെ ഉൽപ്പത്തി മുതൽ ഈ മോശയുടെ ന്യായപ്രമാണം ലഭിക്കുന്ന സമയം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഇവിടെ ഈ നാസിർ വ്രതസ്ഥം ഒരു വ്യവസ്ഥയായി പറഞ്ഞിട്ടില്ല. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നൽകപ്പെട്ട മറ്റു പല വ്യവസ്ഥകളെ പോലെ തന്നെ ഒന്നായിരുന്നു നാസിർ വ്രതം എന്ന് പറയുന്നത്. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് യാതൊരു കാരണവശാലും നിഴലായിട്ട് ഇരിക്കുന്നില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വേണമെങ്കിൽ അതിനെ നിഴലായിട്ടെടുക്കാം, മറിച്ച് രക്ഷയുടെ നിഴലായി ഒരിക്കലും നമുക്കതിനെ പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ജീവിതത്തിൽ തോറ്റാൽ മുമ്പിലത്തെ കാലങ്ങൾ കണക്കാക്കപ്പെടാതെ പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്രിസ്തീയ വിശ്വാസി ദൈവസന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതോ ദൈവത്തിന് പ്രയോജനമില്ലാത്തതോ ദൈവത്തിന് സ്വീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള പാപ പ്രവൃത്തികളിൽ അകപ്പെട്ടു പോയാൽ, അത് ഏതുമാകട്ടെ, അത് ഇന്നതെന്ന് പ്രത്യേകം പറഞ്ഞില്ല, അങ്ങനെ പോയാൽ അവന് ജീവിച്ച ആ കാലഘട്ടത്തിലെ തന്റെ ജീവിതത്തിന്റെ മുമ്പാകെ അവൻ തോറ്റുപോയെങ്കിൽ ആ കാലഘട്ടത്തെ കണക്കാക്കാതെ പോകാം. ഒരു 50 കൊല്ലം ഒരു ക്രിസ്തീയ ജീവിതം വിജയകരമായി ജീവിച്ചു എന്ന് കരുതുക. ഏത് മനുഷ്യനും ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഏതെങ്കിലും നിലയുള്ള പാപങ്ങളിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ ഒരാൾ 50 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ 50 കൊല്ലം ജീവിച്ച ശേഷം ഒരു വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുക. അത് വാസ്തവത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഓരോരുത്തരും താന്താന്റെ പാത്രത്തെ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം നിർദ്ദേശിക്കുന്ന പ്രകാരം ഓരോ വിശ്വാസിയും തന്റെ ശരീരവും ദേഹിയും ദൈവത്തിന്റെ മുമ്പാകെ വചനപ്രകാരം സൂക്ഷിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ സൂക്ഷിക്കേണ്ട ഒരു ദൈവപൈതൽ ചെയ്യുന്നു, അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഏതെങ്കിലും നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ കഴിഞ്ഞകാല സാക്ഷ്യം മുഴുവനും അതോടെ നഷ്ടപ്പെടുന്നു. എന്നാ സംഭവിക്കുന്നത്? അപ്പോൾ ഗുരുതരമായ തെറ്റുകളുടെ കൂട്ടത്തിൽ പുറപ്പെടുന്ന പാപങ്ങളാണ്. അത് വ്യഭിചാര കുറ്റം മാത്രമല്ല, ഗുരുതരമായ മോഷണങ്ങൾ, അതും എന്ത് ചെയ്യാം, ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇപ്പം നമുക്ക് സ്വാഭാവികമായി പെടുന്നതെന്ന് ചോദിച്ചാൽ, ഒരാൾ ധനപരമായ വിഷയത്തിൽ ഒരു മോഷണം, ഗുരുതരമായ ഒരു മോഷണ പ്രക്രിയ ചെയ്യുന്നു ചിന്തിക്കുക, അതിനെ നമ്മൾ കണ്ണടച്ച് കളയുന്നു. മറിച്ച് ഒരാള് 7ാം കൽപ്പനാ ലംഘനമായ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെടുന്നു. അത് ഗുരുതരമായ ഒരു പ്രശ്നമായി നമ്മൾ പരിഗണിക്കുന്നു. അങ്ങനെ അവന്റെ കഴിഞ്ഞകാല സാക്ഷ്യം മുഴുവനും ഈ ഒരൊറ്റ സംഭവത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ അതുവരെ അവന്റെ ജീവിതത്തെ സംബന്ധിച്ച് വിശ്വാസിയുമായി അല്ലെങ്കിൽ വിശ്വസ്തമായി കരുതപ്പെട്ടിരുന്ന ആ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന് തകരാറ് ഉണ്ടാകുകയാണ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവവചന പ്രകാരം ദൈവം അവനോട് ക്ഷമിക്കും. അങ്ങനെയാണല്ലോ ദൈവവചനം പറയുന്നത്, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എന്നാണ് ഇതിനുള്ളിൽ വായിക്കുന്നത്. അപ്പൊ ദൈവം അവന്റെ പാപങ്ങളെയും അല്ലെങ്കിൽ അവന്റെ തെറ്റിനെയും അവനോട് ക്ഷമിക്കും. എന്നാൽ ഈ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം എന്നാ ചോദിച്ചാൽ, വളരെ വ്യക്തമായി പറയുന്നത്, നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദൈവത്തിന് അത് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല. കാര്യം ദാവീദിന്റെ ജീവിതത്തിൽ പോലും അവൻ ദൈവത്തോട് തന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ദൈവം അവനോട് ക്ഷമിക്കുമെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ അവന്റെ സാക്ഷ്യം നഷ്ടപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ദാവീദ് തന്നെ 32-ാം സങ്കീർത്തനവും അതുപോലെ തന്നെ 51-ാം സങ്കീർത്തനവും എഴുതുമ്പോൾ ആ പശ്ചാത്തലത്തിലാണ് അത് എഴുതുന്നത്. അവന്റെ ജീവിതത്തിലെ എല്ലാ ബലവും അവന് ഇല്ലാതെയായി, അവന്റെ ശക്തി ക്ഷയിച്ചു, അവന്റെ അസ്ഥി വേനൽക്കാലത്തെ ഓട്ടുകഷ്ണം പോലെയായി, മജ്ജ ഉരുകുന്ന അനുഭവം ഉണ്ടായി. അവനിൽ തന്നെ വലിയ പ്രയാസങ്ങൾ അവൻ അനുഭവപ്പെട്ടു. എന്നാൽ എന്റെ പാപങ്ങളെ ഞാൻ ദൈവത്തോട് ഏറ്റുപറയും എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഏറ്റുപറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവന് ദൈവസന്നിധിയിൽ പാപക്ഷമ ലഭിച്ചു. ഒരു വിശ്വാസി പുതിയ നിയമപ്രകാരം പാപത്തിൽ അകപ്പെട്ടു പോയാൽ അവൻ ദൈവത്തോട് ആ പാപം ഏറ്റുപറയുമെങ്കിൽ നിശ്ചയമായും ദൈവം അവന്റെ പാപത്തെ അവനോട് ക്ഷമിക്കുകയും, എന്നാൽ അപ്പോൾ തന്നെ അവന്റെ പാപത്തിന്റെ കന്മഷങ്ങൾ ദാവീദിനോട് തന്നെ ദൈവം പറയുമ്പോൾ, നീ ഇത് ദൈവസ്ഥലിൽ ഏറ്റു പറഞ്ഞിരിക്കാൻ നിന്റെ ആത്മാവിലെ കന്മഷങ്ങൾ ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ ജഡത്തിൽ നീ കഷ്ടം അനുഭവിക്കേണ്ടായി വരും എന്ന് ദൈവം പറഞ്ഞു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവന്റെ പാപത്തെ ക്ഷമിക്കുകയും അപ്പോൾ തന്നെ എന്ത് ചെയ്യും? മനുഷ്യരുടെ മുമ്പാകെ അവന്റെ സാക്ഷ്യം നഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല, ജഡശക്തിയെ ജയിച്ച് ജീവിക്കുന്നതിനുള്ള വാടാത്ത കിരീടം, ഈ പുതിയ നിയമത്തിൽ 5 കിരീടങ്ങളാണല്ലോ രക്ഷിക്കപ്പെട്ട പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഒരു കിരീടമാണ്, വാടാത്ത കിരീടം. ഈ വാടാത്ത കിരീടം എന്നുള്ളതാണ് നമ്മുടെ ജഡ ജീവിതത്തെ ജയിച്ച് ജയാളികളായി ജീവിക്കുന്ന നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള കിരീടമാണ് വാടാത്ത കിരീടം, തേജസ്സിന്റെ വാടാത്ത കിരീടം. അത് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന നിമിഷം വരെ കർത്താവിന്റെ സന്നിധിയിൽ വാസ്തവത്തിൽ നമ്മൾ ഉറച്ചു നിന്ന് ദൈവമുമ്പാകെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ഉണ്ടാകേണ്ട സാക്ഷ്യമാണ്. അപ്പോൾ വാസ്തവത്തില് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ നാളുകളിൽ അങ്ങനെ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ ശരീരങ്ങളെ നമ്മൾ ദൈവസ്ഥനിൽ വിശുദ്ധിയിൽ സൂക്ഷിക്കാഞ്ഞതുകൊണ്ട് എന്തോ സംഭവിക്കുന്നു? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ജഡപരമായ വിഷയത്തിൽ പരാജയം ഉണ്ടാകുന്നു. അപ്പം നിശ്ചയമായും കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ നമുക്ക് ദൈവമുമ്പാകെ ലഭിക്കേണ്ട തേജസ്സിന്റെ വാടാത്ത കിരീടം, അതായത് വെള്ള ഉടുപ്പ് നഷ്ടപ്പെടും. അപ്പോൾ അവിടെ ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന വചനഭാഗങ്ങൾ ഇല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുമ്പോൾ ഈ കൊരിന്തിലെ ദുഷ്ടനെ കുറിച്ച് പറയുകയാണ്. അവൻ വാസ്തവത്തിൽ അങ്ങനെയുള്ള രസം മാറുകയോ
ജീവിത ശൈലിയിൽ ജീവിച്ചവനായിരുന്നു. അവനെക്കുറിച്ച് പറയുകയാണ്, നിങ്ങളോടുകൂടെ എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവും ഒത്തുചേർന്നിട്ട് ആ മനുഷ്യന്റെ ആത്മാവ് കർത്താവിന്റെ നാളിൽ കർത്താവിന്റെ നാളിൽ രക്ഷ പ്രാപിക്കേണ്ടതിന് ജഡസമുഖാരത്തിനായി അവനെ ആത്മാവിനെ എന്നറിയിക്കുന്നത് ജഡസമുഖാരത്തിനായി പിശാചിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവനെ ദൈവം നൽകുന്ന ഡിസിപ്ലിനറി പ്രവർത്തന മുഖാന്തരമായി അവന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവുകയും അവൻ വാസ്തവത്തിൽ അവന്റെ പാപ പ്രവൃത്തികൾക്ക് ഒരു മാറ്റം സംഭവിക്കുകയും പിന്നീട് അവൻ യഥാസ്ഥാനപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. എന്നാലും അവന് ദൈവമുമ്പാകെ ലഭിക്കേണ്ടിയിരുന്ന തേജസ്സിന്റെ കിരീടം നഷ്ടമായി പോകും എന്ന് മനസ്സിലാക്കാം. ഈ വിധം വരുന്ന നഷ്ടങ്ങൾക്ക് ദൃഷ്ടാന്തമാണ് നാസിർ വ്രതസ്ഥന്റെ വ്രതകാലഘട്ടത്തിൽ തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അശുദ്ധി ഉണ്ടായിട്ട് മുൻകാലങ്ങളെ തള്ളപ്പെട്ട് കളയുന്നത് ഓർപ്പിക്കുന്നു. അല്ലാതെ നാസിർ വ്രതസ്ഥൻ താൻ തന്നെ നഷ്ടപ്പെട്ടു പോവുകയല്ല. ഇപ്പൊ ശിംശോൻ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പഠിപ്പിക്കുന്നതിന് ചില ആളുകൾ, ശിംശോനാണെങ്കിലും നാസിർ വ്രതസ്ഥൻ, ചില ആളുകൾ പറഞ്ഞ ദൃഷ്ടാന്തം ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എബ്രാലേഖനം 11-ാം അധ്യായത്തിൽ അവന്റെ പേർ കാണപ്പെടുന്നില്ല എന്നാണ്. എബ്രാലേഖനം 11-ാം അധ്യായത്തിൽ പഴയ നിയമകാലത്ത് ജീവിച്ച വിശ്വാസ വീരന്മാരുടെ എല്ലാവരുടെയും പേരുകൾ അക്കമിട്ടിട്ടില്ല. ഏതാണ്ട് 13ഓളം പേരുകളും ഏതാനും ചില സംഭവങ്ങളും അക്കമിട്ട് എഴുതിയ ശേഷം വിശ്വാസത്താൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ അപൂർവമായത് സാധിക്കാൻ കഴിയും എന്ന് വളരെ വ്യക്തമായി എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വിശ്വാസത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ സാധ്യത എന്തൊക്കെയാണെന്ന് അക്കമിട്ട് എഴുതുന്ന കൂട്ടത്തില് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനഭാഗം. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ ഈ നാസിർ വ്രതസ്ഥനായ ശിംശോന്റെ പേരില്ലാത്തതുകൊണ്ട്, ശലോമോന്റെ പേരില്ലാത്തതുകൊണ്ട് അവരുടെ നഷ്ടമായി പോയെന്ന് പറയാൻ പറ്റുമോ? ശിംശോൻ തന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് ഫെലിസ്ത്യ പാളത്തിൽ വെച്ച് ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികം ഫെലിസ്ത്യരെ അവൻ മുടിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നു. അവനെ വാസ്തവത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചത് ഫെലിസ്ത്യ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുക, വിടുവിക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു. ആ ലക്ഷ്യം അവസാനം വരെയും അവന്റെ ജീവിതത്തിലൂടെ പരാജയങ്ങൾ ഉണ്ടായെങ്കിലും ദൈവം നിവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു പ്രത്യേകതയും ഇതിനുണ്ട്. ഇത് ഒരു ഇസ്രായേലിനും പോലും ദീക്ഷിക്കണമെന്ന് കൽപ്പനയില്ല. അതായത് ഈ നാസിർ വ്രതസ്ഥം ഇസ്രായേല്യർ നിർബന്ധമായി പാലിക്കേണ്ട ഒരു വ്രതമാണെന്ന് ഒരു കൽപ്പന നമ്മൾ പഴയ മുതലെവിടെയും വായിക്കുന്നില്ല. അങ്ങനെ ദീക്ഷിച്ചാൽ അതിന് നിയമമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയെ നാസിർ വ്രതസ്ഥനായി വേർപെട്ടാൽ അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള പ്രമാണം നൽകിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലിലുള്ള ആളുകൾ എല്ലാവരും നാസിർ വ്രതസ്ഥരായി തീരണമെന്നോ അല്ലെങ്കിൽ നാസിർ വ്രതസ്ഥരായി അവരെങ്ങനെ മുമ്പോട്ട് വരണമെന്നോ പറയപ്പെടുന്ന കൽപ്പനകളൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നാം ചെയ്യുന്ന ചില പ്രത്യേക തീരുമാനങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ എടുക്കാനായിട്ട് സാധിക്കും. തീരുമാനം തെറ്റിയാൽ പ്രസ്തുത തീരുമാനം അനുസരിച്ച് നയിച്ച ജീവിതം നഷ്ടമായി തീരും. അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുന്നു, ആ തീരുമാനപ്രകാരം നമ്മൾ ജീവിക്കാമെന്നാണ് ദൈവസ്ഥനിൽ പ്രതിജ്ഞ ചെയ്യുന്നത്. എന്നാൽ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ തെറ്റിപ്പോകുന്നു. തെറ്റിപ്പോയാൽ ആ തീരുമാനം അനുസരിച്ച് നയിച്ച ജീവിതം നഷ്ടമായി പോകുന്നു. അല്ലാതെ നമ്മൾ നഷ്ടപ്പെടുന്നില്ല. ആത്മരക്ഷയുമായി നാസിർ വ്രതസ്ഥന്റെ വ്രതത്തിനോ വ്രതകാലയളവിലെ താൻ ചെയ്ത തെറ്റുകൾക്ക് മുൻകാലങ്ങളെ തള്ളിപ്പെടുന്നതോ യാതൊരു നിലയിലും അത് സാധൂകരിക്കപ്പെടുന്നില്ല. ആത്മരക്ഷയുടെ നഷ്ടവാദമായി അതിനെ സ്ഥിരീകരിക്കാൻ സാധിക്കത്തും ഇല്ല. ഇപ്പൊ ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ പഴയ നിയമ രക്ഷയും പുതിയ നിയമ രക്ഷയും എന്ന് പറയുന്നത്, പഴയ നിയമ രക്ഷയിൽ അധികവും പ്രവൃത്തിയാലുള്ള നീതീകരണം, വിശ്വാസത്താലാണ് അവർ നീതിക്കപ്പെടുന്നത് എങ്കിലും പ്രവൃത്തിയിൽ കൂടിയാണ് ഇത് ചെയ്യുന്നവൻ അത് മുഖാന്തരം ജീവിക്കും എന്നാണ് ന്യായപ്രമാണ യുഗത്തിന്റെ വ്യവസ്ഥ. എന്നാൽ കൃപായുഗത്തിൽ അങ്ങനെയല്ല. കൃപായുഗത്തിൽ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആകയാൽ നമ്മുടെ വിശ്വാസ ജീവിതം എന്ത് ചെയ്യണം? നമ്മൾ യാതൊരു കാരണവശാലും തെറ്റിപ്പോകാതെ നമുക്ക് വാഗ്ദം ചെയ്തിട്ടുള്ള ജീവകിരീടം പ്രാപിക്കേണ്ടതിന് നമ്മൾ ദൈവമുമ്പാകെ വിശ്വസ്തരായി നമ്മളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ച് മുമ്പോട്ട് പോകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ജീവകിരീടവും പ്രാപിക്കും, തേജസ്സിന്റെ വാടാത്ത കിരീടവും പ്രാപിക്കും. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷയെങ്കിൽ തേജസ്സിന്റെ വാടാത്ത കിരീടം നാം പ്രാപിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവകിരീടം പ്രാപിക്കാത്ത ധാരാളം വിശ്വാസികളും ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകളിൽ, കുറ്റങ്ങളിൽ ഒക്കെ വന്നുപോയിട്ടുള്ള വീഴ്ചകളാണ്. അതുകൊണ്ട് ദൈവമുമ്പാകെ നമുക്ക് നമ്മെ തന്നെ എന്ത് ചെയ്യാം? സമർപ്പിക്കാം.
വിശ്വസ്തരായി ജീവിക്കാം. നാസീർ ബ്രദർസിനെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ പുതിയ നിയമ രക്ഷയുടെ വാസ്തവത്തിൽ യാതൊരു വിധമായ പ്രതിഫലനവും ആ നിലയിൽ നൽകുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്.